ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പടവലങ്ങ വെച്ചിട്ട് ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒന്നാണ് പടവലങ്ങ. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം, അയൺ എന്നിവ പടവലങ്ങയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിനാൽ പ്രമേഹത്തിന് പടവലങ്ങ വളരെ നല്ലതാണ്. ഹൃദയ ആരോഗ്യത്തിനും രക്തക്കുഴലുകൾ ശുചിയാക്കുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും പടവലങ്ങയിലെ പോഷകങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ പടവലങ്ങ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പം ഞാൻ ഇവിടെ പടവലങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൂട്ട് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം നമ്മളിത് പച്ചമുളക് എടുക്കാനായിട്ട്. ഇതിൽ സവാള ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇത് വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരാനുണ്ട്. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള പടവലങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പടവലങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കണം. പടവലങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. പിന്നെ പടവലങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനിടയ്ക്ക് മൂടി ഒന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പടവലങ്ങയിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കഴിക്കുന്നത് മലബന്ധം ഒഴിവാക്കുന്നു. ശരീരത്തിലെ വിഷാംശങ്ങൾ അകറ്റി ശരീരശുദ്ധി വരുത്തുന്നതിനും ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പടവലങ്ങ വളരെയധികം സഹായിക്കുന്നുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിനും പടവലങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. പടവലങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം വറ്റി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട്, നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലിട്ട് ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പടവലങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പടവലങ്ങ ഒന്നും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അതുവരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഈ പടവലങ്ങ കഴിക്കാനായിട്ട് ആരും മടി കാണിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.